ഹലോ. അപ്പോൾ നമ്മൾ പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങി വെച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി ടുലിപ്സ് ഉണ്ടാക്കിയാലോ? ആകെ ഒറ്റൊന്നും ഉണ്ടാക്കണുള്ളൂ കേട്ടോ. കാരണം ഞാൻ ആകെ 5 യെല്ലോ പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കളേഴ്സും 1, 2 ഞാൻ വാങ്ങിയിട്ടുള്ളായിരുന്നു. നിങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും അങ്ങനെ വാങ്ങരുത്. കാരണം ഒരു ഫ്ലവേഴ്സിനും അത് തികയില്ല കേട്ടോ. പൈപ്പ് ക്ലീനേഴ്സ് അത്യാവശ്യം കുറേ ഉണ്ടെങ്കിൽ ഒരു ഫ്ലവേഴ്സ് മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതന്നെ ഞാൻ കുറേ ഒപ്പിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്നാലും ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത് 6 പൈപ്പ് ക്ലീനേഴ്സാണ് കേട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ആകെ 6 പൈപ്പ് ക്ലീനേഴ്സ് ഉള്ളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. B7000ൻ്റെ ഗ്ലൂ ഞാൻ പോയപ്പോൾ വാങ്ങിയത് തന്നെയാണ്. അത് ഗ്ലൂ ഗണ്ണിൻ്റെ അതേ പ്രോസസ്സാണ് കേട്ടോ. B7000 കുറച്ച് ഉണങ്ങാൻ സമയം വെക്കണം. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഗ്ലൂ ഗണ്ണിൻ്റെ സെയിം പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ഈ പെറ്റൽസ് എല്ലാതും കൂടെ കൂട്ടി ചേർത്തിട്ട് പിന്നെ ഗ്രീൻ ലീഫും കൂടെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു ടുലിപ്സ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഷോർട്ട് ആവണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ നല്ല സ്പീഡാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്ര പെറ്റൽസ് ഉണ്ടാക്കണമൊക്കെ ഞാൻ സ്ലോ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മുടെ വീഡിയോസ് എങ്ങനെയൊക്കെ ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ B7000 വെച്ചിട്ട് പെറ്റൽസ് എല്ലാതും കൂടെ റൗണ്ടാക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് റൗണ്ടായിട്ടുള്ള ടുലിപ്സാണ് അത്യാവശ്യം ഇഷ്ടം. കാരണം മറ്റേത് എനിക്ക് വേറൊരു ഫ്ലവേഴ്സിൻ്റെ മാതിരിയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കിട്ടാറ്. അതുകൊണ്ട് ഞാൻ റൗണ്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബാംബൂ സ്റ്റിക്കാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ബാംബൂ സ്റ്റിക്ക് വെക്കിയിട്ട് അത് ആകെ ഇളകി പോവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് പിന്നെ ഗ്രീൻ ടാപ്പ് കൊണ്ട് ചുറ്റിയിട്ട് പിന്നെ ഈ ഗ്രീൻ ലീഫ് വെച്ചെടുത്തതാണ് കേട്ടോ. ഈ ഗ്രീൻ ലീഫിൻ്റെ ആകെ ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീനായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കൊള്ളായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാൻ മറക്കല്ലേ. പിന്നെ ഇതിന് ശേഷം ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് എൻ്റെ മേക്കപ്പ് ബോക്സിൽ കുറേ ആയി വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പൊട്ടി പാളിച്ചായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുള്ള കളേഴ്സ് ഉണ്ട്. അതിൽ പിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യണ മാതിരി ഞാനും ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ നൈറ്റ് എടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലിയർ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട് പറയാൻ മറക്കല്ലേ.